നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട 2.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കൊറോണ വ്യാപനത്തെ തുടർന്നുണ്ടായ ദുരിതങ്ങളെല്ലാം അകറ്റി ഗൾഫ് രാഷ്ട്രങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും നീണ്ട അവധി ദിനങ്ങളാണ് പ്രവാസികളെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഈ അവധി ദിനങ്ങൾ നാട്ടിൽ പോകാൻ ഒരുങ്ങുന്നവർ ഒരു ഭാഗത്ത്, എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങൾ തന്നെ ആഘോഷിക്കുവാൻ ഇരിക്കുന്നവർ മറുഭാഗത്ത്. ഇവർക്കെല്ലാം തന്നെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാകുന്നു ഇപ്പോൾ പുറത്തുവരുന്നത്. അവധി പ്രമാണിച്ചുകൊണ്ട് തന്നെ നിരവധി ഇളവുകൾ ഇതിനോടകം ഗൾഫ് രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് UAE പോലുള്ള രാഷ്ട്രങ്ങൾ ഏവർക്കും അനവധി ഇളവുകളാണ് നൽകുന്നത്. സുരക്ഷയോടൊപ്പം തന്നെ ഇളവുകളും അനുവദിക്കുക എന്നതാണ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇതിനോടകം മറ്റു പല കാര്യങ്ങളും അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുവാൻ പോകുന്നത്. ഈദുൽ ഫിത്തർ അവധിക്കാലത്ത് വിസ സേവനങ്ങൾക്ക് സ്മാർട്ട് ചാനലുകൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ദുബായ് അറിയിച്ചിരിക്കുന്നത്. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആണ് ഉപഭോക്താക്കളോട് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. www.gdrfad.gov.ae/ എന്ന വെബ്സൈറ്റിലൂടെയോ ദുബായ് നൗ ആപ്ലിക്കേഷൻ വഴിയോ ഉപഭോക്താക്കൾക്ക് ഈ സേവനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ജാഫ്ലിയിലെ ഇമിഗ്രേഷൻ ഓഫീസ് കേന്ദ്രവും ഇതര ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങളും പെരുന്നാൾ പ്രമാണിച്ച് അവധി ദിവസങ്ങളിൽ അടച്ചിടുന്നതായിരിക്കും. റമദാൻ 29-നും ഷവ്വാൽ 3-നും ഇടയിലുള്ള ദിവസങ്ങളിൽ ആമർ സെന്റർ സേവനവും ലഭ്യമായിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അൽ അവീറിലെ നിയമലംഘകരുടെയും വിദേശികളുടെയും ഫോളോ അപ്പ് സെക്ടർ കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ദിവസങ്ങളുടെ തീയതി പുറത്തുവിട്ടിട്ടുണ്ട്. മെയ് 1 മുതൽ 6 വരെ ഇത് പ്രവർത്തിക്കുന്നതായിരിക്കും. രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ ആയിരിക്കും ഇതിന്റെ പ്രവർത്തന സമയം. അതോടൊപ്പം തന്നെ ദുബായ് വിമാനത്താവളത്തിന്റെ ടെർമിനൽ 3-ലെ GDRFA ഓഫീസിൽ അടിയന്തര സേവനങ്ങൾ അവധി ദിവസങ്ങളിൽ ലഭ്യമാകുന്നതായിരിക്കും. 24 മണിക്കൂറും ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതുകൂടാതെ വിസ സംബന്ധമായ ഏത് അന്വേഷണങ്ങൾക്കും ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്പർ 80051111. അതേസമയം ഇതിനോടകം തന്നെ UAE-യിലെ പല എമിറേറ്റുകളും ഏവർക്കും സൗജന്യ പാർക്കിംഗും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദുബായ്, അബുദാബി, അജ്മാൻ ഉൾപ്പെടെയുള്ള എമിറേറ്റുകളാണ് ഇത്തരത്തിൽ പ്രവാസികൾക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. എന്നാൽ തന്നെയും കൂടുതൽ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുമെന്നതിനാൽ തന്നെ ഇതിനോടകം നിരവധി മുന്നറിയിപ്പുകളാണ് ദുബായ് പോലീസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചൂട് സമയമായതിനാൽ തന്നെ കൂടുതൽ സുരക്ഷ പാലിക്കുക. കൊറോണ വ്യാപനം നൽകിയ ദുരിതങ്ങൾ അവസാനിച്ചു എങ്കിലും കൂടുതൽ ജാഗ്രത ഈ വൈറസിനെ അകറ്റി നിർത്തുന്നതിലും പാലിക്കേണ്ടതാണ്. കൈകൾ കഴുകുക, മാസ്ക് ഉപയോഗിക്കുക, കൃത്യമായ അകലവും പാലിക്കുക. എന്തായാലും ഇത്തരം നിബന്ധനകൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നില്ല എങ്കിലും നമ്മുടെ സുരക്ഷ നാം തന്നെ കാക്കണമല്ലോ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.